70 വയസ്സിനിപ്പുറവും 24കാരന്റെ ചുറുചുറുക്കോടെ ഒരു മഹാരാജ്യത്തെ നയിക്കുക, അതും നീണ്ട 10 വർഷക്കാലം. ഇനിയൊരംഗത്തിന് കൂടി ബാല്യമുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് ഭാരതത്തിന്റെ നരേന്ദ്രൻ വീണ്ടും ജനവിധി തേടുകയാണ്. 76 ദിവസത്തെ കഠിനമായ പ്രചാരണം, 206 മഹാറാലികളും റോഡ് ഷോകളും, 80 മാധ്യമ അഭിമുഖങ്ങൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടങ്ങളിലായി രാജ്യത്ത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു നരേന്ദ്രമോദി. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നരേന്ദ്രമോദിയെ പോലെ ഊർജ്ജസ്വലനായ ഒരു പ്രധാനമന്ത്രിയെ നമുക്കാർക്കും കാണാൻ കഴിയില്ല. ആധുനിക കാലത്ത് കർമ്മയോഗി എന്ന് ആരെയെങ്കിലും വിശേഷിപ്പിക്കാമെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. ഏറെ തിരക്കുകൾക്കിടയിലും നിഷ്ഠയോടെ കാത്തുപോരുന്ന ജീവിതചര്യകളാണ് മോദിയുടെ ഊർജ്ജസ്വലതയ്ക്ക് കാരണം. ഒരിക്കൽ പോലും മുടക്കാത്ത യോഗയിലൂടെയാണ് അദ്ദേഹം തന്റെ ദിവസം ആരംഭിക്കുന്നത്. സൂര്യ നമസ്കാരവും ധ്യാനവും പ്രാണായാമവും യോഗനിദ്രയും ഉൾപ്പെടെ യോഗാസനങ്ങൾക്ക് നരേന്ദ്രമോദി എന്നും സമയം കണ്ടെത്തിയിരുന്നു. ദിവസങ്ങൾ നീണ്ട പ്രചാരണ തിരക്കുകൾക്ക് വിരാമമിട്ട് ഇപ്പോൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലാണ് പ്രധാനമന്ത്രി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാനം ഇത്തരത്തിൽ ആത്മീയമായ യാത്രകൾ നടത്തുന്നത് പ്രധാനമന്ത്രിയുടെ ഒരു ശീലമാണ്. 2014 അദ്ദേഹം ശിവജിയുടെ പ്രതാപ്ഗഡ് കോട്ട സന്ദർശിച്ചപ്പോൾ 2019 അത് കേദാർനാഥ് ആയിരുന്നു. എന്നാൽ ഇത്തവണ നരേന്ദ്രമോദി കന്യാകുമാരി സന്ദർശിക്കുമ്പോൾ അതിന് വലിയ മാനങ്ങളാണ് കൽപ്പിക്കപ്പെടുന്നത്. ഇത് ഇന്ത്യയുടെ തെക്കേ അറ്റമാണ്, കൂടാതെ രാജ്യത്തെ കിഴക്കൻ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങൾ സംഗമിക്കുന്ന സ്ഥലം. ഇന്ത്യയുടെ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവയുടെ സംഗമസ്ഥാനം കൂടിയാണ് കന്യാകുമാരി. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനിക്കുന്നതിലൂടെ ദേശീയ ഐക്യത്തിന്റെ വ്യക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത്.